പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സിനോടൊപ്പം വരുന്ന ആഡ് ഓൺ കോഴ്സുകളെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എന്താണ് ആഡ് ഓൺ കോഴ്സുകൾ, ഏത് തരത്തിലുള്ള ആഡ് ഓൺ കോഴ്സുകൾ അവൈലബിൾ ആണ്, എവിടെയാണ് ഈ തരത്തിലുള്ള ആഡ് ഓൺ കോഴ്സുകൾ പഠിക്കാൻ പറ്റുന്നത്, ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളിൽ മെസ്സേജ് ഇടുക. നമുക്കറിയാം, നമ്മൾ ഈ +2 ശേഷം ഒരു ജോലി എന്ന സ്വപ്നത്തോടു കൂടിയാണ് പലപ്പോഴും നമ്മൾ പ്രൊഫഷണൽ ഡിഗ്രികളിലേക്ക് വരുന്നത്. പണ്ടൊക്കെ നമ്മൾ പ്രൊഫഷണൽ +2 ശേഷം പ്രൊഫഷണൽ ഡിഗ്രികൾ പഠിക്കുമ്പോൾ, അതിപ്പോൾ BCom, BBA അല്ലെങ്കിൽ ഏത് തരം പ്രൊഫഷണൽ ഡിഗ്രികൾ പഠിച്ചാലും നമുക്ക് ഡിഗ്രി പഠിച്ച് പാസ്സായ ഉടനെ ഒന്നും അത് റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകളോ അല്ലെങ്കിൽ നമ്മുടെ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്കൊരു നല്ലൊരു ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള ജോബുകളോ ഒന്നും നമുക്ക് ലഭിക്കാറില്ല. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഡിഗ്രിക്ക് ശേഷം ജോലിയൊന്നും ആവാതെ വരുമ്പോൾ പോയി ഏതെങ്കിലും ഒരു ചെറിയ ഡിപ്ലോമ പ്രോഗ്രാം അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ 6 മന്തിൻ്റെയോ 1 ഇയറിൻ്റെയോ കോഴ്സുകൾ ചെയ്യും. അത് റിലേറ്റഡ് ആയിട്ടായിരിക്കും നമുക്ക് ജോബുകൾ കിട്ടുന്നത്. അതായത് ആ ഡിഗ്രിയും പ്ലസ് നമ്മുടെ ഈ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഡിപ്ലോമ പ്രോഗ്രാമിൻ്റെ സർട്ടിഫിക്കറ്റും വെച്ചിട്ടായിരിക്കും പലപ്പോഴും നമുക്ക് ജോബുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെന്താ കുഴപ്പമെന്ന് വെച്ചാൽ, നമ്മൾ 3 വർഷം ഡിഗ്രി ചെയ്യണം, അതോടൊപ്പം പിന്നെയും ഒരു 6 മന്ത് അല്ലെങ്കിൽ 1 ഇയറും കൂടി നമ്മൾ സ്പെൻഡ് ചെയ്യണം. എങ്കിൽ മാത്രമൊക്കെയാണ് നമുക്ക് പലപ്പോഴും ജോബുകൾ കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ പണ്ടൊക്കെ ചില ആളുകൾക്കൊക്കെ ഡിഗ്രി പഠിച്ച ഉടനെ ജോബുകൾ കിട്ടാറുണ്ട്. പക്ഷെ അത് നമ്മളൊന്ന് ഒരു മെജോറിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഡിഗ്രി പഠിച്ച ഉടനെ ഒന്നും ജോബുകൾ കിട്ടാറില്ല. ഒരുപാട് തൊഴിൽ രഹിതർ തൊഴിൽ രഹിതർ നമുക്ക് കാണാറുണ്ട്. അപ്പൊ ആ ഒരു കാലം മാറി മാറി വന്ന് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ, ഇപ്പൊ വന്നിട്ട് വരുമ്പോൾ കുറച്ച് വർഷങ്ങളായി. അപ്പൊ ഇതിലോട്ട് വരുമ്പോഴത്തേനും ഇതിന്റെ കൂടെ, അതായത് ഡിഗ്രിയുടെ കൂടെ തന്നെ വേറൊരു കോഴ്സും കൂടി, ഒരു തൊഴിലധിഷ്ഠിതമായ ഒരു ഡിപ്ലോമ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു സർട്ടിഫൈഡ് കോഴ്സും കൂടി ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. ഇതിനെയാണ് ശരിക്കും പറഞ്ഞാൽ ആഡ് ഓൺ കോഴ്സുകൾ, ഡിഗ്രിയുടെ കൂടെ ആഡ് ഓൺ കോഴ്സുകൾ എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ നിലവിൽ ഒരുപാട് ആഡ് ഓൺ കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്, ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ. നിങ്ങൾ പഠിക്കുന്ന ഡിഗ്രി വെച്ചിട്ട് ഉള്ള ഇത് വരുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ BBA പഠിക്കുന്ന ഒരാളാണ്, അവർക്ക് വേണമെങ്കിൽ ഏവിയേഷൻ്റെ ഒരു ഡിപ്ലോമ പ്രോഗ്രാം കൂടെ അതിൻ്റെ കൂടെ വന്ന് BBA ഏവിയേഷൻ, അതായത് BBA വിത്ത് ഏവിയേഷൻ എന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ BCom വിത്ത് ഏവിയേഷൻ എന്ന് പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ BCom വിത്ത് IATA പഠിക്കുന്നുണ്ട്, BCom വിത്ത് ട്രാവൽ ആൻഡ് ടൂറിസം ഉണ്ട്, BCA വിത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ആഡ് ഓൺ കോഴ്സുകൾ വരുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഇതനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് മേഖലയിലോട്ടാണ് പോകാൻ താല്പര്യം എന്നുള്ളത് അതനുസരിച്ചുള്ള ഒരുപാട് ആഡ് ഓൺ കോഴ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഡിഗ്രി പഠിക്കുന്നു, നമ്മൾ ഏതെങ്കിലും ഒരു ഡിഗ്രി പഠിക്കുന്നു. അപ്പോൾ ഡിഗ്രി പ്ലസ് ഈ ഒരു കോഴ്സും കൂടി, ആ ഒരു ഡിഗ്രി ഇപ്പോൾ നമുക്ക് പൊതുവെ 3 വർഷമാണ്. ഇപ്പോൾ കേരളത്തിലെ പുതിയൊരു 4 വർഷത്തേക്ക് ആക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ വന്നിട്ടില്ല. നമ്മുടെ ഇവിടുത്തെ പ്രമുഖമായ യൂണിവേഴ്സിറ്റികൾ അതിൻ്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അപ്ഡേറ്റ് ആയിട്ട് വരികയാണ്. അപ്പോൾ ഇത് നോർമലി ഇപ്പോൾ 3 വർഷം കൂട്ടിക്കും, 3 വർഷം വരുവാണെങ്കിൽ അതിൽ ഈ ഡിപ്ലോമ പ്രോഗ്രാം അല്ലെങ്കിൽ ഈ പറയുന്ന സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോഴ്സ് നമുക്ക് ഏതെങ്കിലും ഒരു വർഷത്തേക്ക് കൂടി ഏതെങ്കിലും ഒരു സെമ്മിൽ ഉൾപ്പെടുത്തി, ഒരു 6 മാസമോ അല്ലെങ്കിൽ 1 ഇയർ ഏതെങ്കിലും ഒരു സെമ്മിലും കൂടി ഉൾപ്പെടുത്തി നിങ്ങൾ ആ ഡിഗ്രി പഠിച്ചിറങ്ങുന്നതിനോടുകൂടി ആ ഒരു സർട്ടിഫിക്കറ്റും കൂടി നേടി പുറത്തിറങ്ങുന്ന രീതിയിലേക്ക് ആക്കുന്നു. അത് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എന്താ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ, 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഈ ഡിഗ്രിയും കിട്ടും, ആ ഒരു ഇതിപ്പോൾ BCom വിത്ത് IATA പഠിക്കുകയാണെങ്കിൽ IATAയുടെ ഒരു സർട്ടിഫിക്കറ്റ് കൂടി അതിലേക്ക് കിട്ടും, അതല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇതും കൂടി നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയാണ് ഇത് വരുന്നത്. ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് നമ്മുടെ കുറച്ച് സമയം ലാഭിക്കാം എന്നുള്ളതാണ്. പിന്നെ ഡിഗ്രി പഠിച്ച ഉടനെ ഒരു ജോബ് ആവും എന്നുള്ള ഒരു ഇതും കൂടി വരുന്നുണ്ട്. കാരണം ഇത്തരമുള്ള ഡിപ്ലോമ പ്രോഗ്രാമുകളിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സുകൾക്ക് ഒരുപാട് ഡിമാൻഡ്സ് ഉണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ അങ്ങനെ ജോബുകൾ വരുന്നതാണ്. പിന്നെ ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിന് വെളിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് ഇത്തരത്തിൽ നല്ല രീതിയിലാണ് വരുന്നത്. ഇപ്പോൾ കർണാടകയിലൊക്കെ ആണെങ്കിൽ അവരുടെ തന്നെ യൂണിവേഴ്സിറ്റികളുടെ കീഴിൽ വരുന്ന കോളേജുകളിലെ ഇത്തരത്തിലുള്ള ആഡ് ഓൺ കോഴ്സുകൾ ഒരുപാട് വരുന്നുണ്ട്. പല സെക്ടറിൽ പല ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ആ പുറത്താണ് ഞാൻ ഇത് ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന കോളേജുകളിലെ ആഡ് ഓൺ കോഴ്സുകൾ വളരെ കുറവാണ്. അതായത് ഇപ്പോൾ BComൻ്റെ കൂടെ ട്രാവൽ ആൻഡ് ടൂറിസം പഠിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ടാക്സേഷൻ, അങ്ങനെ കുറച്ച് ചെറിയ അത് പണ്ട് തൊട്ടേ ഉള്ളതാണ്. എങ്കിലും ഒരു തൊഴിലധിഷ്ഠിതമായ ഇപ്പോഴത്തെ രീതിയിലായിട്ട് പെട്ടെന്ന് തൊഴിൽ കിട്ടുന്ന ഒരു ഇത് പല പ്രമുഖമായ യൂണിവേഴ്സിറ്റിയുടെ കീഴിലെ റെഗുലർ കോളേജുകളിൽ ഞാൻ കണ്ടുവരുന്നില്ല. പിന്നെ ഇവിടെ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും പ്രൈവറ്റ് കോളേജസ് ഒക്കെ ഈ തരത്തിലുള്ള ഇത് ആഡ് ഓൺ ചെയ്തിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെയും ആയി വരുന്നുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും വരും വർഷങ്ങളിൽ ഇവിടെയും എനിക്ക് തോന്നുന്നു ഇപ്പം പുതിയ 4 വർഷത്തെ ഇത് വരുന്നതനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ കേരളത്തിന് വെളിയിൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ തമിഴ്നാട്,
കർണാടക അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇത്തരത്തിലുള്ള ഡിഗ്രികളുടെ ആഡ് ഓൺ കോഴ്സുകൾ ഏറ്റവും കൂടുതൽ വരുന്നത്. ഇതാണ് മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ഓവർവ്യൂ വരുന്നത്. കാരണം നമ്മൾ ഈ ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ ഒരുപാട് കുട്ടികൾ ചോദിക്കാറുണ്ട്, ആഡ് ഓൺ കോഴ്സുകളുടെ ബെനിഫിറ്റിനെ കുറിച്ചും ഇത് ചോദിക്കാറുണ്ട്. അപ്പോൾ അതാണ് ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മൊത്തത്തിലൊരു സംഭവം. മനസ്സിലായി, നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡിഗ്രി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏതിലേട്ടാണ് പോകാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഇതിലായിട്ട് ഡിഗ്രി ഉണ്ട്, ഡിഗ്രിയുടെ ഒപ്പം തന്നെ അത് ആ ഒരു ഇതും കൂടി ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ മെസ്സേജ് ഇടുക. താങ്ക് യു.